നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അവസരം എന്ന വാക്കിൻ്റെ വില എന്താണെന്ന് നമുക്ക് നോക്കാം. അവസരം എന്നത് ഒരു കൈകാര്യം ചെയ്യാനുള്ള സമയാനുകൂല സാധ്യത അല്ലെങ്കിൽ ഒരു നല്ല ശ്രമത്തിനുള്ള ചൂണ്ടുപലക എന്നത് ആണ്. തെളിവായും പ്രചോദനപരമായും അവസരം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. അവസരം എന്നത് എന്താണ്? അവസരം എന്നത് ഒരാൾക്ക് അതിൻ്റെ ഉപയോഗം മൂലം മുന്നോട്ട് പോകാൻ കഴിയുന്ന, തൻ്റെ കഴിവുകളെയും പ്രതിഭയെയും പ്രകടിപ്പിക്കാവുന്ന, വിജയം നേടാൻ സഹായിക്കുന്ന ഒരു സാഹചര്യമോ അവസരമോ ആകുന്നു. അവസരം മുന്നിൽ വരുമ്പോൾ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് വിജയം നേടുന്നത്. അവസരം എന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, പുതിയത് കൈവരിക്കാൻ, വളരാൻ, ലക്ഷ്യങ്ങൾ നേടാൻ അനുകൂലമായ സാഹചര്യം നൽകുന്ന അവസരമാണ്. ഇത് ആന്തരികമായോ പുറമേ നിന്ന് വരാനോ സാധ്യതയുള്ള ഒരു സംഗതിയുമാണ്. അവസരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പല അവസരങ്ങളും എല്ലാവർക്കും എപ്പോഴും വരാറില്ല. അതിനാൽ അതിനെ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനും ഉള്ള കഴിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഒരു നല്ല അവസരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അവസരങ്ങൾ പലപ്പോഴും സമയബന്ധിതമാണ്. അവസരം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിൽ നിൽക്കുകയുള്ളൂ. അത് ഏത് സമയത്തും ഉപയോഗിക്കാതിരുന്നാൽ നഷ്ടമായി പോകും. അവസരം കണ്ടെത്താനും ഉപയോഗിക്കാനും ആത്മവിശ്വാസം, ജാഗ്രത, തീരുമാനക്ഷമത എന്നിവ ആവശ്യമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ സാഹസികത ആവശ്യമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു തൊഴിൽ ഓഫർ, പുതിയൊരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ, ഒരു ബുക്ക് വായിച്ചപ്പോൾ ലഭിച്ച ഒരു നല്ല ആധ്യാത്മിക ജീവിതോപദേശം, പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയുമായി ആശയവിനിമയത്തിന് കിട്ടിയ ഒരു അവസരം, തൻ്റെ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള വേദി, ഇങ്ങനെയൊക്കെയുള്ളത് അവസരങ്ങളായി നാം കാണണം. അവസരത്തെ എങ്ങനെ നാം സമീപിക്കണം അത് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും ചെറുതും വലുതുമായ അവസരങ്ങൾ നമ്മെ തേടി വരുന്നുണ്ട്. ആദ്യം അത് നാം തിരിച്ചറിയണമെന്നുള്ളതാണ് കാര്യം. ജാഗ്രതയോട് നോക്കിക്കാണണം. അവസരം വന്നു എന്ന് മനസ്സിലായാൽ പിന്നെ ഒന്നും നോക്കാതെ അത് പരീക്ഷിക്കുവാൻ തയ്യാറാകുക. അപ്രതീക്ഷിതമായി അവസരം കൈവരുമ്പോൾ നിങ്ങൾ തയ്യാറാകാതെ ഇരിക്കരുത്. എല്ലാ സമയത്തും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനായി എപ്പോഴും ഒരുക്കത്തോടിരിക്കുക. നല്ല അവസരങ്ങൾ എങ്ങനെയാണ് വരാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ പോലും ചിലപ്പോൾ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കാം. ഒരുക്കമുള്ള മനസ്സിന് മാത്രമാണ് അവസരം വാതിൽ തുറക്കുന്നത്. മറ്റൊരാളുടെ പ്രശ്നം നിങ്ങൾക്ക് അവസരമായി ചിലപ്പോൾ മാറിയേക്കാം. അവസരം വീണ് കിട്ടി എന്ന് ഒരിക്കലും നാം പറയരുത്. അവസരം നാം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അവസരം നഷ്ടപ്പെടാതെ ഇരിക്കാൻ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോണ്ട് മിസ് എനി ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു. ബി അലേർട്ട് ഓൾവേസ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം. മുന്നിൽ വരുന്ന അവസരങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും നമ്മൾ വാതിൽ കൊട്ടിയടയ്ക്കരുത്. എല്ലാം തകർന്നു എന്ന് ചിന്തിക്കാതെ ദൂരെ മരിപ്പച്ചുണ്ട് അത് തേടുകയാണ് നാം ചെയ്യേണ്ടത്. അവസരങ്ങളെ തിരിച്ചറിയുക. ഈ അവസരങ്ങൾ ബാഹ്യമായി ചിലപ്പോൾ തെളിയാറുണ്ടാകില്ല. എന്നാൽ അവ ഒളിഞ്ഞിരിക്കുന്നതാണെങ്കിലും നാം അതിനെ കണ്ടെത്തുക. അവസരമെത്തുമ്പോൾ അതിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സദാ നാം തയ്യാറായിരിക്കണം. ഭയവും സംശയവും ഒഴിവാക്കണം. ധൈര്യമായി അവസരത്തെ ഉപയോഗിക്കുക. ചെറിയ നീക്കങ്ങൾ പോലും വലിയ വിജയത്തിന് വഴിയൊരുക്കാൻ അത് സാധിക്കുന്നു. ജീവിതം ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല. അതിനെ അമൃതാക്കി മാറ്റാൻ പരിശ്രമിക്കുക. സമയം അലസമായി പാഴാക്കാതിരിക്കുക. ജീവിതത്തിലെ ഓരോ ചെറിയ അവസരങ്ങളും തിരിച്ചറിയാനും അതിൽ ചവിട്ടി മുകളിലേക്ക് കയറാനും ഉള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതം തീർച്ചയായും വിജയിക്കുമെന്നുറപ്പാണ്. അവസരങ്ങൾ പതിവായി വേഷം മാറി വരും. ചിലപ്പോഴൊക്കെ അത് വരുന്നത് കഠിനാധ്വാനം എന്ന വേഷത്തിലായിരിക്കും. തോമസ് എഡിസൻ്റെ ഈ വാക്കുകൾ നാം ഓരോരുത്തരും മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുക. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത്.
അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.